ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുകയാണ്. ഇന്ന് സംഭവിച്ചത് അബ്ദുൽ നാസർ മഅ്ദനി കേരളത്തിലേക്ക് എത്തും. അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിലെത്തും. മഅ്ദനിക്ക് യാത്രാനുമതി നിഷേധിച്ച ഇൻഡിഗോ എയർലൈൻസ് അധികൃതർ ബദൽ യാത്രാ സൗകര്യം ഒരുക്കുകയായിരുന്നു. മഅ്ദനി എത്തുന്നത് 8 ദിവസം മാതാവിനൊപ്പം കഴിയാനുള്ള സുപ്രീം കോടതി അനുമതിയെ തുടർന്നാണ്. യാത്ര വൈകിയതിൽ PDP പ്രവർത്തകർ വിമാനത്താവളത്തിൽ പ്രതിഷേധവും ഉയർത്തി. വലിയ സംഭവവികാസങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആരോപിക്കുന്നുണ്ട് PDP. ഇപ്പോൾ ആദ്യമായി നമ്മോടൊപ്പം മഅ്ദനിക്കൊപ്പം യാത്ര ചെയ്ത അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ വിമാനത്താവളത്തിലെത്തിയ PDP നേതാവ് റജീബ് തന്നെ നമ്മോടൊപ്പം ആദ്യം ചേരുകയാണ്. ശ്രീ റജീബ്, കേൾക്കാമെങ്കിൽ എന്താണെന്ന് സംഭവിച്ചത്? അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉമ്മയെ സന്ദർശിക്കാൻ വേണ്ടി അനുമതി ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിചാരണ നേരിടുന്ന ബാംഗ്ലൂരിലെ പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകുകയും അവിടെ നിന്ന് അദ്ദേഹത്തിന് 4-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെ അദ്ദേഹത്തിന്റെ മദറിനെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അത് അനുസരിച്ചിട്ട് അദ്ദേഹം യാത്ര പ്ലാൻ ചെയ്യുകയും ഇൻഡിഗോ എയർലൈൻസിൽ അദ്ദേഹം നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയും ചെയ്തിരുന്നതാണ്. ഇന്ന് രാവിലെ അദ്ദേഹം താമസിച്ചിരുന്ന സഹായ ഹോട്ടലിൽ നിന്ന് 9 മണിയോടുകൂടി അദ്ദേഹം പുറപ്പെട്ട് എയർപോർട്ടിലെത്തി. 10:45 എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബാഗേജുകൾ ചെക്ക് ഇൻ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോർഡിംഗ് പാസ് അവർ ഇഷ്യൂ ചെയ്തു. അതിനുശേഷം അദ്ദേഹം വിശ്രമിച്ച് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് എയർലൈൻ്റെ അധികൃതർ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ബോധിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നു. ഞങ്ങളെല്ലാവരും അവരോട് ചോദിച്ചു, എന്ത് കാരണത്തിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത്? അല്ല, സിവിൽ ഏവിയേഷന്റെ റൂളുണ്ട്, അതുകൊണ്ട് കഴിയില്ല എന്നുള്ളത്. അപ്പൊ എയർലൈൻ സ്റ്റാഫുകളുടെ ഭാഗത്ത് കൃത്യമായും വ്യക്തമായ ഒരു മറുപടി അക്കാര്യത്തിൽ ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്തു, മാത്രവുമല്ല നിങ്ങൾ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു, എന്നിട്ടും ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ കാരണം ബോധിപ്പിക്കേണ്ടതുണ്ട്. ആ കാരണം ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എഴുതി നിങ്ങൾ തരണം എന്ന് അവരുടെ അടുത്ത് പറയുകയുണ്ടായി. പക്ഷെ അവരതിന് തയ്യാറായില്ല. അവർ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിച്ചത്. അതിനുശേഷം ഞങ്ങൾ അവരുടെ ഉയർന്ന ഓഫീസർമാരുമായിട്ട് സംസാരിച്ചു. ഈ നിലവിൽ ബാംഗ്ലൂർ എയർപോർട്ടിലെ എയർപോർട്ട് അതോറിറ്റി സ്റ്റാഫുകൾ, അതുപോലെ തന്നെ DSF സ്റ്റാഫുകൾ തുടങ്ങിയവരെല്ലാം തന്നെ അവരോട് എയർലൈൻ അധികൃതരോട് പറഞ്ഞു, ഇദ്ദേഹം അത്തരത്തിലൊരു നിയന്ത്രണമുള്ള വ്യക്തിയല്ല, അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനാണ്, അദ്ദേഹത്തിന് സുപ്രീം കോടതി ബെയിൽ അനുവദിച്ചിട്ടുള്ളതാണ്, സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് അദ്ദേഹം മദറിനെ സന്ദർശിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അവർ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. ഞങ്ങൾ മറ്റൊരു കാര്യം കൂടെ ബോധിപ്പിച്ചു. അദ്ദേഹം ഇതുപോലെ തന്നെ 2015 മെയ് മാസത്തിൽ അദ്ദേഹം ഇതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി കേരളത്തിലേക്ക് പോവുകയുണ്ടായി. അതും ഇൻഡിഗോ എയർലൈൻസിൽ തന്നെയാണ് പോയതും വന്നതും അദ്ദേഹം. എന്നിട്ടും അന്നൊന്നും ഇങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. യാത്ര ചെയ്യാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ കാണിക്കണമോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ മാത്രം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് കൃത്യമായ ഉത്തരം അവരിൽ. അതാണ് ശ്രീ റജീബ്, അതായത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായി, അതെങ്ങനെ? ആസൂത്രണമാണോ അതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ അതിലുണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് അതിനെ കരുതുന്നത്? തീർച്ചയായിട്ടും ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നത്. ഒരുപക്ഷെ ഈ 2 സെക്യൂരിറ്റി വിങ് കൈകാര്യം ചെയ്യുന്ന എയർലൈനിലെ 2 മാനേജർമാരുടെ ദുശ്ശാഠ്യമാണ് ഇതിന് പിന്നിൽ നിന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവർ ഏത് സമ്മർദ്ദത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ അവരുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു സമീപനം ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് തീർത്തും നിരുത്തരവാദപരമായ ഒരു സമീപനം. ഒന്ന്, അദ്ദേഹം രോഗിയാണ്, മാത്രമല്ല സുപ്രീം കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. അദ്ദേഹം സ്വതന്ത്രനാണ്. ഇപ്പോൾ ബെയിലിൽ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയാണ് എയർലൈൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായും റജീബാണ്, എയർപോർട്ടിൽ നിന്നാണ്, അതുകൊണ്ട് ശബ്ദം ചില തടസ്സങ്ങളും നേരിട്ടു. ഇപ്പോൾ നമ്മോടൊപ്പം കോൺഫെഡറേഷൻ ഓഫ് കേരള ടൂറിസം ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ശ്രീ EM നജീബ് ചേരുകയാണ്. ശ്രീ നജീബ്, ഞങ്ങൾക്ക് ചില സാങ്കേതികമായ കാര്യങ്ങൾ അറിയാനാണ്. അതായത് അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെ പ്രമുഖനായ ഒരു വ്യക്തി എന്നുള്ളതൊക്കെ വിടാം,
ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് കയറിയ ഒരാൾ അയാളുടെ യാത്ര നിഷേധിക്കുന്നത് ശരിയാണോ? എങ്ങനെയാണ് അതിൻ്റെ വകുപ്പ്? ശ്രീ നജീബ്, താങ്കൾ ഈ ബോർഡിംഗ് പാസ് എടുത്ത് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഒരാളിന്റെ യാത്ര തടയുവാൻ മതിയായ കാരണങ്ങളില്ലാതെ എയർലൈൻസിന് സാധാരണഗതിയിൽ കഴിയില്ല. ഇപ്പൊ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് അവിടെ എയർപോർട്ടിൽ വന്നു ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് തടയണം എന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺസ് കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ ഇല്ലാതെ ഒരു കാരണവശാലും ഒരു യാത്രക്കാരനെ തടയാൻ കഴിയില്ല. കാര്യം ഇതൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ സെക്യൂരിറ്റി കഴിഞ്ഞ് ബോർഡ് ചെയ്യാൻ പോകുന്ന ഒരാളിനെ തടയുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ശരിയായ രീതിയിലുള്ള ടിക്കറ്റ് എടുത്ത് വന്ന് ഐഡന്റിഫിക്കേഷനുള്ള ഒരാള് അതിന് പിന്നെ പ്രത്യേകമായി ഒരു വ്യോമയാന മന്ത്രാലയത്തിന്റെ പെർമിഷൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എത്രയോ ഫ്ലൈറ്റുകളിൽ എത്രയോ കുറ്റവാളികളെ ഗവൺമെന്റ് തന്നെ പോലീസ് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നിയമാനുസൃതമായി സുപ്രീം കോടതിന്റെ ജാമ്യത്തോടു കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരാളിനെ തടയാനുള്ളൊരു റീസൺ കാണുന്നില്ല. അതായത് ഇതിനകത്തേക്ക് ബോധപൂർവമായി പലതും ആരോപിക്കപ്പെടാൻ അതിനുള്ള സാധ്യതകൾ അതിൽ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനാണ്. PDP അത്തരത്തിലൊരു കാര്യം ആരോപിക്കുന്നു, വിവിധ കോണുകൾ അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് താങ്കളോട് ചോദിച്ചത്, അങ്ങനെ ബോർഡിംഗ് പാസ് എടുത്ത് അകത്ത് പ്രവേശിച്ച ഒരാളിനെ കൊണ്ടുപോകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആളവിടെ ഉണ്ടായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരായി SP അടക്കമുള്ളവരാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇതൊന്നും പരിഗണിക്കാതെ ആ ഫ്ലൈറ്റ് അദ്ദേഹത്തെ കൊണ്ടുപോകാതെ പറന്നു പോവുകയായിരുന്നു. അല്ല, അത് നിയമപരമായി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ബോർഡിംഗ് പാസ് എടുത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ യാത്ര ചെയ്യാൻ വന്ന ഒരു വ്യക്തിയെ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തതിന് തീർച്ചയായിട്ടും എയർലൈൻ അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അവസാന നിമിഷത്തിൽ എയർലൈൻ അധികൃതർ അല്ലെങ്കിൽ എയർപോർട്ട് അധികൃതർ എടുത്തത് എന്നുള്ളത് വ്യക്തമല്ല. അതിനെ മതിയായ കാരണങ്ങൾ അവര് ചൂണ്ടിക്കാണിച്ചതായി കാണുന്നുമില്ല. അപ്പോൾ ഇതിപ്പോ അബ്ദുൽ നാസർ മദനി എന്നുള്ള വ്യക്തിയല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു സെക്യൂരിറ്റി ലാസ്റ്റ് മിനിറ്റ് ഒരു സെക്യൂരിറ്റി റീസൺസോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ അതുമായുള്ള മതിയായ തക്കതായ നിയമാനുസൃതമായ കാരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരു യാത്രക്കാരനെ തടയാൻ കഴിയൂ. അല്ലെങ്കിൽ മറ്റ് യാത്ര ചെയ്യുന്നവർക്ക് അത് മനസ്സിലായി. ശ്രീ നജീബ്, ഇത് എത്രത്തോളം വലിയ കുറ്റമാണ്? കാരണം ആകാശയാത്രയുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥയുണ്ട് ഇവിടെ, അതുമായി ബന്ധപ്പെട്ട ചില സുരക്ഷകളുമുണ്ട് ഇവിടെ. ഇത്രയേറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, വളരെ എണ്ണിച്ചുരുക്കിയ ദിവസങ്ങളുള്ള ഒരാൾ, അതൊക്കെ പ്രാധാന്യം അവിടുത്തെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും അവരത് ലംഘിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം ഗൗരവം അറിയിക്കുന്ന കുറ്റമാണ്? അല്ലെങ്കിൽ അതിനുള്ള നിയമപരമായ നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് അതിന്റെ മുന്നിൽ? തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടാം. യാത്രക്കാരന് ഈ യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രക്കാരന് അത് ചോദ്യം ചെയ്യാൻ അധികാരമുണ്ട്. ആ ചോദ്യം ചെയ്യലിന് തീർച്ചയായിട്ടും അത് എയർലൈൻ അധികൃതർ മറുപടി പറയേണ്ടി വരും. കാരണം അവർക്ക് മതിയായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഏത് യാത്രക്കാരനും അവകാശവും ഉണ്ടായിരിക്കും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ഇത്തരം സാങ്കേതികമായ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചതിന് ശ്രീ EM നജീബ്, വളരെ നന്ദി. ഇപ്പോൾ നമ്മോടൊപ്പം PDP നേതാവ് നിസാർ മേത്തർ ചേരുകയാണ്. ക്ഷമിക്കണം നിസാർ മേത്തർ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ. ഹലോ. ശ്രീ നിസാർ മേത്തർ, അതായത് അബ്ദുൽ നാസർ മഅ്ദനിയെ പോലെ പ്രമുഖനായ ഒരു വ്യക്തി ഇത്രയേറെ സാങ്കേതികമായ പല തടസ്സങ്ങളും വിവിധ കോണുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല. ബോർഡിംഗ് പാസ് എടുത്ത ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ അവകാശമാണ് യാത്ര ചെയ്യുക എന്നത്. ഏത് ഉദ്യോഗസ്ഥർ എങ്ങനെ ഇടപെട്ടു? ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ഇത് എന്ന് PDP കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇത് കേവലം ഒരു 2 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയാണെന്ന് PDP വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഹലോ കേൾക്കുന്നോ? പറഞ്ഞോളൂ. ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, നേരത്തെ ഇവിടെ മുഹമ്മദ് റജീബ് അതിനുശേഷം സംസാരിച്ച സഹോദരനും സൂചിപ്പിച്ചതുപോലെ
അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ്, സുപ്രീം കോടതിയുടെ ജാമ്യത്തിലാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹത്തെ അനുഗമിക്കുന്നത് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറും ഒരു സബ് ഇൻസ്പെക്ടറുമാണ്. ഇത് സാധാരണഗതിയിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാതൊരു തടസ്സവും ഇല്ല എന്നിരിക്കെ ബോധപൂർവം, ഇപ്പോൾ നേരത്തെ ബഹുമാന്യനായ ജനാബ് അബ്ദുൽ നാസർ മദനി തന്നെ സൂചിപ്പിച്ചതുപോലെ കർണാടക ഗവൺമെൻറ് ഇൻഡിഗോയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കളിച്ച ഒരു ഗൂഢാലോചനയാണ് ഇത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. മറ്റൊന്ന്, ഇവർ പറയുന്ന ന്യായം ശരിയാണെങ്കിൽ സിവിൽ ഏവിയേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അവരുടെ അനുമതി ആവശ്യമുണ്ട് എങ്കിൽ ആ അനുമതി എന്തുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ വേണ്ടാതെ വരുന്നത്? ഇപ്പോൾ ഈ നീണ്ട 6-7 മണിക്കൂർ സമയം അദ്ദേഹത്തെ എയർപോർട്ടിനകത്ത് തടഞ്ഞു വെക്കുകയും അതേ ഫ്ലൈറ്റിൽ തന്നെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സിവിൽ ഏവിയേഷൻ്റെ അനുമതി ആവശ്യമാണെങ്കിൽ നിർബന്ധമായും അത് വാങ്ങിയതിന് ശേഷമാണല്ലോ ഇപ്പോൾ രണ്ടാമത് യാത്ര തുടരാൻ അനുവദിക്കേണ്ടത്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വീണ്ടും അവർ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിന് പിന്നിൽ അതിശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇന്ന് അവസാനത്തെ നോമ്പാണെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ അവസാനത്തെ നോമ്പിലെങ്കിലും രോഗിയായ മാതാവിനോട്, രോഗികളായ ഗുരുതരമായ രോഗം ബാധിച്ച് കിടക്കുന്ന സുപ്രീം കോടതി ആ മാതാവിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് മാതാവിനെ സന്ദർശിക്കുവാൻ ഈ ഇടക്കാല ഇളവ് അനുവദിച്ചത്. ആ ഇളവ് ഉപയോഗപ്പെടുത്തി ഒരു ദിവസമെങ്കിലും മാതാപിതാക്കളോടൊപ്പം. നിസാർ മേത്തർ വിശദമായി എത്താം. ഇനി നമുക്ക് ഭാസുരേന്ദ്ര ബാബുവിലേക്ക്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, കേരളത്തിൻ്റെ പൊതുവികാരം മഅ്ദനിക്ക് അനുകൂലമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം സെക്രട്ടറിയുടെയൊക്കെ വാക്ക് പറഞ്ഞാൽ ടാപ്പ് തുറന്നതുപോലെ മലിനജലം ഒഴുകുകയായിരുന്നുവെന്ന്. അത്തരത്തിൽ ആസൂത്രണം നമ്മൾ കണ്ടതാണ്. 9.25 വർഷം ജയിലിനുള്ളിൽ കഴിയേണ്ടി വരുന്നു. പിന്നീട് നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു. അതിനുശേഷം പിന്നീട് ആ കാലയളവിലുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു. ഇങ്ങനെ യൗവനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ പറയുമ്പോൾ, നിഷ്പക്ഷ നിരീക്ഷകർ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചതിനെ ഒരു ആസൂത്രണം എന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം നിഗൂഢതകൾ അവർ സംശയിച്ചാൽ അതിന് കുറ്റം പറയാനാകുമോ? അല്ല, സംഭവഗതികൾ അവിടെ വിമാനത്താവളത്തിൽ നടക്കുന്ന സമയത്ത് തന്നെ റജീബിനെ ഞാൻ വിളിക്കുന്നുണ്ട്. ശ്രീ റജീബ് അപ്പോഴുള്ള അവസ്ഥ എന്നോട് സംസാരിക്കുന്നുമുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പോൾ തന്നെയാണ് അജിംഷാദ് അതിന് തൊട്ടു മുമ്പാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും അപ്പോഴെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇപ്പോൾ റജീബ് വിശദീകരിച്ചതും പോലെയാണെങ്കിൽ ഒരു തടവുകാരനെ, ഒരു പ്രിസണറെ ഈ എയറോഡ്രാമിൽ നിന്ന് കയറ്റി അയക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ആദ്യം ആ വൈമാനിക വിഭാഗം പറഞ്ഞത്. ആ പ്രത്യേക വിമാന കമ്പനി ഉന്നയിച്ചൊരു കാര്യമാണ്, പ്രിസണറായിട്ടാണ് അബ്ദുൽ നാസർ മദനിയെ അവർ കണ്ടിരിക്കുന്നത്. പ്രിസണർ എന്ന് പറഞ്ഞാൽ അജിംഷാദ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രിസണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഒഴിച്ച് സാമാന്യ മര്യാദയ്ക്ക് എല്ലാ പൗരാവകാശവും ഉള്ള ആളാണ്. വോട്ടവകാശമടക്കം സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമേ നിഷേധിക്കുന്നുള്ളൂ പ്രിസണറുടെ. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. പ്രിസണറാണ് എന്ന് വിചാരിച്ചു. പ്രിസണറാണെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷൻ അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥ വിഭാഗം, DYSP അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിനൊപ്പം പോവുകയും സഞ്ചാര പാസ് എടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ള വേറൊരു കാര്യം. പക്ഷെ അന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡിഗോ എന്ന വിമാന കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇദ്ദേഹം ഒരു തടവുകാരനാണെന്ന് തോന്നുന്നതിൻ്റെ കാരണം അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം, ഗൗരവതരമായ രാഷ്ട്രീയ സാഹചര്യം കർണാടകയിൽ നിൽക്കുന്നു എന്നതാണ്. ഞാൻ കർണാടകയിലെ BJP ഭരിക്കുന്ന സമയത്തും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും മദനിയെ സന്ദർശിക്കാൻ ജസ്റ്റിസ് ഫോർ മദനി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ പോയിട്ടുള്ള ആളാണ്. പലവരും പോയിട്ടുള്ള ആളാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ജയിലിലെ കാര്യങ്ങൾ മാറ്റിവെക്കാം, ജയിലിൽ അദ്ദേഹത്തെ ഒരു ജനകീയ നേതാവായാണ് അവിടുത്തെ ആളുകൾ കാണുന്നത്. അത്രത്തോളം വലിയ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശകരായി എത്തുന്നത്. ഇവിടുത്തെ അസംബ്ലി തന്നെ ഒന്നടങ്കം മദനിക്ക് പിന്നിൽ നിന്ന് മദനിക്ക് വേണ്ടി നീതി അറിയിക്കുന്നൊരവസ്ഥ പോലും ഉണ്ടായി അജിംഷാ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവിടുത്തെ എന്താ പറയുക, BJP ഗവൺമെൻറ് ആണെങ്കിലും കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും മദനിയെ സംബന്ധിച്ച് പുനരുൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ വികാരം ഈ മനുഷ്യനൊരു ഭീകരവാദിയാണ് എന്നാണ്. ആ അർത്ഥത്തിൽ മദനിയെ കാണുമ്പോൾ ഒരു ഭീകരവാദിയെ കാണുന്നത് മാതിരി ഈ ഒരു സംഘപരിവാര വികാരം, അതങ്ങനെ തന്നെ പറയണം. സംഘപരിവാര വികാരം എന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാന ധാരണകളില്ലാത്ത മനുഷ്യരുടെ കോൽക്കളി വികാരത്തെയാണ് ഞാനത് പറഞ്ഞത്. ആ അർത്ഥത്തിലുള്ള വികാരം പടർന്നു പിടിച്ചൊരു സംസ്ഥാനമാണ് അവിടെ. അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അവരുടേതായ രാഷ്ട്രീയ നേട്ടങ്ങളെ മുൻനിർത്തി. അത്തരം ഒരു സാഹചര്യത്തിൽ മദനിയെ കാണുമ്പോൾ ഇൻഡിഗോയിലെ 2 ആളുകൾക്ക് പെട്ടെന്ന് തോന്നാം ദാ ഭീകരവാദി വരുന്നു. അതുകൊണ്ട് അവർക്ക് അങ്ങനെ വിലയിരുത്തുകയും ചെയ്യാം.
അത് പരിഹരിക്കപ്പെട്ടതോടെ അവർ മാപ്പപേക്ഷിക്കുകയും അവർ ഓറലായിട്ട് മാപ്പ് പറഞ്ഞു, മാപ്പ് അപേക്ഷിക്കുകയും അവരുടെ അടുത്ത പ്ലെയിനിൽ കയറ്റി വിടുകയും ചെയ്തു. ഇതാണ് സ്വാഭാവികമായിട്ട് പരിഹരിക്കാനുള്ള വഴി. അത് മാത്രമല്ല, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് റജീബ് പറഞ്ഞത് മാറി. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പകരുന്ന വിധത്തിൽ ആ സംസ്ഥാനം ഉൽപ്പാദിപ്പിച്ച ഒരു സംഘപരിവാര വികാരമുണ്ടല്ലോ, ആ വികാരമാണ് ഇതിന് കാരണമായി നിൽക്കുന്നത്. കേരളത്തിൽ എവിടെ ചെന്നാലും മദനിയെ ഒരു ടെററിസ്റ്റായിട്ട് ഏതാനും BJP-ക്കാരല്ലാതെ, അവർ പിന്നെ നേരത്തെ സൂചിപ്പിച്ച വംശത്തിൽ പെടുന്നവരാണ്, അവരല്ലാതെ മറ്റാൾക്ക് അങ്ങനെ സംശയമില്ല അദ്ദേഹത്തെക്കുറിച്ച്. അപ്പം 15 വർഷം ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. ആ 15 വർഷം ജയിലിൽ കിടക്കുന്ന ആളോട് ആ സംസ്ഥാനം എങ്ങനെ പെരുമാറി എന്നതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും തന്നെയാണ്. അവർ ഉൽപ്പാദിച്ച വികാരം അതാണ് ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ പ്രകാശിതമായത്. അവരത് പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നു. എങ്കിലും അത്രത്തോളം പിന്നാക്കമാണ് ആ സംസ്ഥാനം ഉൽപ്പാദിപ്പിച്ച ആശയം എന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും ഉണ്ണിച്ചെറിയാൻ, ശ്രീ ഗോപാലകൃഷ്ണൻ, ഷഫീർ എല്ലാം വരാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം വേഗം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ B. ഗോപാലകൃഷ്ണൻ, നേരത്തെ ഭാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ചതുപോലെ പലരും ഒളിഞ്ഞു പറയുന്നതാണ് അത്തരത്തിലൊരു സംഘ പരിവാര വികാരം അങ്ങനെ രൂപം കൊള്ളുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥരിൽ പ്രതിഫലിച്ചതാണ്. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും അവരെയും ആ വികാരം മതിച്ചിരിക്കുന്നു എന്ന ഉള്ളടക്കവും അതിൻ്റെ പിന്നിലുണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണൻ. അജിൻസെ, സംഘപരിവാർ ബന്ധമാണല്ലോ പറയുന്നത്, സംഘപരിവാർ മനസ്ഥിതി. അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാർ മനസ്ഥിതി ആയിരുന്നു EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ മഹാത്മാവായ മദനിയെ അറസ്റ്റ് ചെയ്തത്. സംഘപരിവാർ മനസ്സായിരുന്നു EK നായനാർക്ക്, സംഘപരിവാർ മനസ്സായിരുന്നു EK നായനാർക്ക് എന്ന് സുരേന്ദ്ര ബാബു അംഗീകരിച്ചാൽ ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതിനുശേഷം എത്രയോ ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ, AK ആന്റണിയോട് ചോദിച്ചുവല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിയോട് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ AK ആന്റണി പറഞ്ഞത് കൊടുക്കരുത്, കൊടുത്താൽ ഇവിടെ കലാപമുണ്ടാകും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ AK ആന്റണിക്കും സംഘപരിവാർ മനസ്സായിരുന്നു എന്ന് സുരേന്ദ്ര ബാബു പറഞ്ഞാൽ അതൊരു കേൾക്കാൻ രസമുണ്ട്, എനിക്ക് സന്തോഷിക്കാം. കാരണം സംഘപരിവാറുകാരുടെ മനസ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസുകാരുടെയും നേതാക്കന്മാരുടെ മനസ്സ് കീഴടക്കാൻ സംഘപരിവാറിന് കഴിയുന്നു എന്ന് പറയുന്നതിൽ ശ്രീ B. ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടി താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ ആഡ് ചെയ്തതാണ്. അതായത് ഇത്തരത്തിൽ താങ്കൾ ക്രോഡീകരിച്ച കാര്യം, മഅ്ദനിക്കെതിരെ ഒരു അനീതിയുടെ ശബ്ദം അവിടെ നടന്നിട്ടുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുന്നു. ഇത് വിവിധ കോണുകളിൽ നിന്നാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് സുരേന്ദ്ര ബാബു പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ രണ്ടാമതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിമാന കമ്പനിക്കാരുണ്ടല്ലോ, വിമാന കമ്പനിക്കാർക്ക് മദനി മഹാത്മാവാണെന്നോ മദനി മഹാത്മാഗാന്ധി ആണെന്നോ ഉള്ള ഈ കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ ചിന്തയൊന്നും വിമാന കമ്പനിക്കാർക്കില്ല. വിമാന കമ്പനിക്കാർ അത് ആരായാലും ശരി, വിമാനത്തിൽ കയറാൻ വരുമ്പോൾ ചില സെക്യൂരിറ്റി റീസണുമായി ബന്ധപ്പെട്ട് അവർ ചില സംശയങ്ങൾ ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു, അദ്ദേഹത്തിന് പുറപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. ചില സെക്യൂരിറ്റി റീസൺസ് അവിടെ ഉണ്ടായി. സെക്യൂരിറ്റി റീസണിന്റെ മുമ്പിൽ അവിടെ ആരുമില്ല, മദനിയല്ല, ആരുമില്ല. ചോദിച്ചാൽ ശ്രീ ഗോപാലകൃഷ്ണൻ, തൊഗാഡിയ അടക്കമുള്ളവർ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന പല കാര്യങ്ങളും PDP അടക്കമുള്ളവർ ഉയർത്തി പറയുന്നുണ്ട്. അതൊന്നും താങ്കളുടെ ബോധത്തിലേക്ക് ഞാൻ ഇപ്പോൾ ഇടുന്നില്ല. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ സ്പെസിഫൈ ചെയ്യാം നമുക്ക് വിഷയം. അതായത് ഇവിടെ ഒരു സുരക്ഷാ പ്രശ്നവുമില്ല. അബ്ദുൽ നാസർ മഅ്ദനി എല്ലാ ഉത്തരവുകളോടും കൂടിയാണ്, എല്ലാ അനുമതികളോടും കൂടിയാണ്, കോടതി അംഗീകരിക്കപ്പെട്ട എല്ലാ അനുമതിയോടും കൂടിയാണ് എയർപോർട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ബോർഡിംഗ് പാസ് നൽകുന്നത്. അങ്ങനെ ബോർഡിംഗ് പാസ് നൽകിയ ഒരു യാത്രക്കാരനെ, ഒരു പൗരനെ, അബ്ദുൽ നാസർ മഅ്ദനി എന്നുള്ളതല്ല, ഒരു പൗരനെ കൊണ്ടുപോവുക അവരുടെ കടമയാണ്. ഇത്തരത്തിലുള്ള ഏവിയേഷൻ വിദഗ്ധർ നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ അവരെ ഉൾപ്പെടുത്തിയതും. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഗുരുതരമായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, ഉദ്യോഗസ്ഥ ഇടപെടൽ സംഭവിക്കുന്നു. എങ്ങനെ ആ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നം തോന്നുന്നു? ശ്രീ B. ഗോപാലകൃഷ്ണൻ, അവിടെയാണ് സംഘപരിവാര ബോധം സംശയത്തിൻ്റെ ചോദ്യചിഹ്നം ഉയരുന്നത്.
ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് മിസ്റ്റർ അജിംസ്, ഇത് ചില ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ചിലപ്പോൾ പോലീസുകാരും ഒക്കെ ആയിട്ട് മദനി വരുന്ന കണ്ടപ്പോൾ ബെയിലിൻ്റെ ഓർഡർ, ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ബെയിലിൻ്റെ ഓർഡർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ആദ്യം അങ്ങനെ കാണിച്ചു കൊടുക്കാതെ വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ ഒരു ടെക്നിക്കൽ റീസൺ ആവാനേ സാധ്യതയുള്ളൂ. അതിനപ്പുറത്ത് ടെക്നിക്കൽ റീസൺ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്. എന്ത് കോൺസ്പിറസി ഉണ്ട്? 1 മണിക്കൂർ വൈകുന്നതിൽ എന്ത് കോൺസ്പിറസി? അല്ലെങ്കിൽ 2 മണിക്കൂർ വൈകുന്നതിൽ എന്ത് കോൺസ്പിറസി? ഇതിൽ കോൺസ്പിറസി ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും 1-2 മണിക്കൂർ വൈകാൻ ഇടയുള്ള തരത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപക്ഷെ വീഴ്ചയാവാം, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭയാശങ്കയാവാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രൈവറ്റ് എയർലൈൻസിൽ സെക്യൂരിറ്റി റീസണിൻ്റെ കാര്യത്തിൽ തടവ് പുള്ളിക്ക്, പോലീസുമായി വരുന്ന തടവ് പുള്ളിക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബെയിലിൻ്റെ ഉത്തരവ് കാണിച്ചു കൊടുക്കണം. ബെയിലിൻ്റെ ഉത്തരവ് കാണിച്ചു കൊടുക്കാത്തടത്തോളം കാലം അവരെ കയറ്റി കൊണ്ടുപോകാനുള്ള ബാധ്യത പ്രൈവറ്റ് ഏജൻസി ആയിട്ടുള്ള എയർപോർട്ടിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, എയർലൈൻസ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇല്ല, അത്തരത്തിൽ തെറ്റിദ്ധാരണകളുമായി മുമ്പോട്ട് പോകാനാകില്ല. നമുക്ക് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാം. ഒന്ന്, ഇത്തരത്തിൽ ഇൻഡിഗോ വിമാനത്തിൽ ഇങ്ങനെ അബ്ദുൽ നാസർ മദനി മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യാൻ നിഷേധിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ എല്ലാ രേഖകളും റെക്കോർഡുകളും അവിടെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടത് IPS റാങ്കിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണ്. അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാൽ കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. ഒന്നത്. രണ്ടാമത്തെ വിഷയം എന്നത്, ഇൻഡിഗോ വിമാനത്തിൽ ഇപ്പോൾ എങ്ങനെ ബദൽ യാത്രാമാർഗം അവർ തന്നെ ഒരുക്കാനായി, അതും പരിശോധിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന തടസ്സങ്ങൾ കേവലം തടസ്സങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. മിസ്റ്റർ അജിംസ്, ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തെങ്കിലും ടെക്നിക്കൽ റീസൺസ് ആവാനേ സാധ്യതയുള്ളൂ. അതിൻ്റെ പിന്നെ ഒരു കോൺസ്പിറസി ഉണ്ടെന്നൊന്നും കാണാനുള്ള അത്ര അല്പത്വമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൽ കോൺസ്പിറസി ഉണ്ടാവില്ല. ഒരുപക്ഷെ ആ എയർലൈൻസ് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായിരിക്കാം. സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രതിവിധികളുണ്ടല്ലോ. ഇതേപോലത്തെ സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ധാരാളം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രതിവിധികളുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാം, അവർക്ക് കേസ് കൊടുക്കാം, അതൊക്കെ ഉണ്ട്. അതിൽ കോൺസ്പിറസി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസിന്റെ സർക്കാർ എയർലൈൻസുമായിട്ട് എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയല്ല. കോൺഗ്രസുമായിട്ട് നല്ല ബന്ധത്തിലുള്ള സുരേന്ദ്രബാബുവിനായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ അത് അറിയാൻ കഴിയുക. കാരണം ബംഗാളിൽ അവരാണല്ലോ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കതറിയില്ല. കാരണം ഞാനും കോൺഗ്രസ്സുകാരും തമ്മിൽ വളരെ അകലത്തിലാണ്. കൈരളി ചാനലും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ ഇപ്പോ. അപ്പൊ ഒരുപക്ഷെ അജിംസിന് എന്നേക്കാൾ കൂടുതൽ അറിയായിരിക്കും. എനിക്കറിയില്ല. ശ്രീ ഗോപാലകൃഷ്ണൻ അതിന് വാങ്ങി വെച്ചത് കളഞ്ഞേക്കൂ. അതായത് താങ്കൾ ചർച്ചയെ മറ്റൊരു ദിശയിലേക്ക് വഴിതിരിക്കാമെന്നുണ്ടെങ്കിൽ അത് താങ്കളുടെ വ്യാമോഹം മാത്രമാണ്. നമുക്ക് ഇതിലേക്ക് എത്താം, കാര്യം പറയാം. അതായത് ശ്രീ നിസാർ മേത്തർ, താങ്കൾ എന്തോ കൈ ഉയർത്തി, എന്തോ പറയാൻ, എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ പറഞ്ഞോളൂ നിസാർ മേത്തർ, പറഞ്ഞോളൂ. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്തോ സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് തീർത്ത് പെട്ടെന്ന് മടങ്ങിയെത്താനാകും. അതായത് ഇങ്ങനെയാണോ തിങ്കളാഴ്ചയിൽ തുടങ്ങി ഞായറാഴ്ചയിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചയിൽ തുടങ്ങി തിങ്കളാഴ്ചയിൽ അവസാനിക്കുന്നു എന്നതുപോലെ വളരെ സിമ്പിളായ കാര്യമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ ആ സംഘപരിവാര വികാരമുള്ള ആളല്ല, ആ സംഘപരിവാരം തന്നെയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഞാൻ കോട്ട് ചെയ്തത്, എൻ്റെ അല്ല. ഞാനിതേക്കുറിച്ച് പറയുന്നത് ഗോപാലകൃഷ്ണൻ പറഞ്ഞതായിട്ട് എനിക്ക് യോജിപ്പുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കാരുമായി ചേർന്ന് നടക്കുന്ന വലിയ കോൺസ്പിറസി ഒന്നും ഇതിൻ്റെ പിറകിലില്ല. ഞാനും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, അവർ ഉൽപ്പാദിപ്പിച്ചു വെച്ച ഈ സംഘപരിവാര വിഭാഗത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഉൽപ്പാദിപ്പിച്ചു വെച്ചിരിക്കുന്ന വികാരമാണത്. ആ സ്റ്റേറ്റിലേ നടക്കൂ, വേറെ സ്റ്റേറ്റ് നടക്കില്ല. ഞങ്ങൾ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിനിടയ്ക്ക് അദ്ദേഹം കയറി മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാവാം നയനാരുടെ കാര്യം പറഞ്ഞു, പിന്നെ AK ആന്റണിയുടെ കാര്യം പറഞ്ഞു. ഇതൊന്നും കേട്ടാൽ പേടിയൊന്നും ഉണ്ടാവില്ല ഗോപാലകൃഷ്ണ. കാരണം എന്തുകൊണ്ടെന്നാൽ നയനാരിൻ്റെ ആഭിമുഖ്യത്തിൻ്റെ സമയത്താണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അതുമാതിരി തന്നെ കത്തെഴുതി AK ആന്റണിയുടെ കാലത്ത്. ഇതൊക്കെ അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അന്ന് ഇപ്പോൾ നമുക്കറിയുന്ന മാതിരി 10 വർഷം ജയിലിൽ കിടന്ന നിരപരാധിത്വം തെളിയിക്കുക, അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന ബോധം ഉൽപ്പാദിപ്പിച്ച മദനിയല്ല ഇപ്പോഴുള്ളത്.
അപ്പം മറ്റൊരു കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യം എടുത്തങ്ങ് വെക്കുകയാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത്, ഇതേ നിയമസഭ തന്നെ മദനിക്ക് അനുകൂലമായി പ്രമേയം പാസ്സാക്കിയല്ലോ, പിന്നീട് എന്തേ താങ്കളതൊന്നും വിസ്മരിച്ചു പോയത്? വേണ്ട, അതും വേണ്ട. ഇതേ ആളുകൾ തന്നെ പിന്നെ മദനിയെ അവിടെ പോയി കണ്ടല്ലോ, കോൺഗ്രസിൻ്റെ വലിയ നേതാക്കൾ. അപ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നിട്ട് അതിന് മുമ്പുണ്ടായിരുന്നൊരു കാര്യം, എന്തൊരു ഓർമ്മ. ഈ അടുത്ത കാലത്തെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. വളരെ പഴയ കാര്യങ്ങൾ മാത്രം ഓർക്കുന്ന ഈ സംഘപരിവാര മനോഗതി തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത്. കാര്യം താങ്കൾക്ക് ജയിലിലൊന്നും കിടക്കാത്തത് കൊണ്ടാണ്. 10 വർഷം ഒരാൾ ജയിലിൽ കിടക്കുന്നു, നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നു. പിന്നീടോ ഇപ്പോൾ 5 വർഷം കിടന്നു. ആദ്യത്തെ കേസ് വിചാരണ കഴിഞ്ഞല്ലോ ഗോപാലകൃഷ്ണ, എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ. 15 വർഷമായി ഒരാൾ കിടക്കുകയാണ് ജയിലിൽ. നിങ്ങളുടെ മഹത്തായ രാജ്യത്തെ സംഭവമാണ്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെയോ ഉറക്കത്തെയോ അലട്ടുന്നേയില്ല. ഇതാണ് സംഘപരിവാര മനോഭാവം. ഈ സംഘപരിവാര മനോഭാവമുണ്ടല്ലോ, ആ മനോഭാവത്തിൻ്റെ വിഷബീജങ്ങൾ ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ വേണം, ഞാൻ യോജിക്കുന്നു. ഇതൊരു സർക്കാർ കോൺസ്പിറസി ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം ധാരാളം വെള്ളം ഒഴുകിപ്പോയി. നിയമസഭ ഒരു തീരുമാനമെടുത്തു, ഇദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുകയാണെങ്കിൽ പൊന്നുപോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ പറയുമ്പോൾ അവതരിപ്പിച്ചുകൊള്ളാമെന്ന് കോൺഗ്രസ് ഗവൺമെൻറ്, ഇവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് ഗവൺമെൻറ് സുപ്രീം കോടതിയെ അറിയിച്ചല്ലോ ഗോപാലകൃഷ്ണ. എന്തേ ഗോപാലകൃഷ്ണൻ മറന്നുപോകുന്നു? അപ്പോൾ മറവി ഒരു അനുഗ്രഹമായ സംഘപരിവാര ബോധമാണ് താങ്കൾക്കുള്ളത്. അല്ലെങ്കിലും ഈ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം മറവിയാണ്. സത്യം മറക്കും അവർ. അതൊരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു താങ്കൾ സംസാരിച്ചപ്പോൾ എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത്. ശ്രീ ഉണ്ണിച്ചെറിയാനുണ്ട്, താങ്കളിലേക്ക് എത്താം. കോൺഗ്രസ് നേതാവ് ഷഫീർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ശ്രീ ഷഫീർ, കോൺഗ്രസ്സിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകുന്നില്ല. വളരെ ശക്തമായി ഉയർന്ന ഒരു വിമർശനം ഇതാണ്. അതായത് ഒരു സംഘപരിവാര ബോധം അവരെ ഭരിച്ചിരുന്നു ഉദ്യോഗസ്ഥരെ എന്നുള്ളത്. അത്തരത്തിൽ ഭരിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, ഗുജറാത്തിലടക്കം വഘേലയുടെ കാലത്തടക്കം നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ ഈ സമീപനങ്ങൾ ഒന്നും സംഘപരിവാര ബോധത്തെ അതിജീവിക്കാൻ ഉതകുന്നതല്ല. അത് വിഴുങ്ങപ്പെട്ട് അതായി മാറുന്ന ഒരു രൂപം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റേത് കണ്ടു. ആ വികാരം ഉദ്യോഗസ്ഥരിലേക്കും പടരുന്നു. അത് കോൺഗ്രസ് ഭരിച്ചാലും അതെ. ഈ വിമർശനമാണ് ഉയർന്നത്. മറുപടി ഉണ്ടോ ഷഫീർ? ഞാൻ ചോദിക്കട്ടെ, ഈ ചർച്ചയിലുടനീളം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതിനകത്ത് കോൺഗ്രസിന് എന്തെങ്കിലും ശ്രമിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബഹുമാനായ ഗോപാലകൃഷ്ണൻ സാർ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കട്ടെ, സിവിൽ ഏവിയേഷൻ വകുപ്പ് കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്ത് കോൺഗ്രസ് ആണോ? തീർച്ചയായും ഓഡിയോ സംബന്ധിച്ച് എന്തോ തകരാറുകളുണ്ട്. ശ്രീ നിസാർ മേത്തറിലേക്കും ശ്രീ ഉണ്ണിച്ചെറിയാനിലേക്കും വരുന്നതിന് മുമ്പ് ചെറിയ ഇടവേള. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഷഫീർ, താങ്കൾക്ക് പറയാം, അതായത് കോൺഗ്രസിനെ പോലും മതിക്കുന്നു ആ സംഘപരിവാര ബോധം. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ ഔദ്യോഗികമായ രേഖകളുമായി എത്തുന്ന ഒരാളിനെ തടയാനുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെ ഉണ്ടായി? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. നേരത്തെ ഗോപാലകൃഷ്ണൻ സാർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് അജിംഷ കൂടി അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാവാൻ ശ്രമിക്കരുത്. കാരണം സിവിൽ ഏവിയേഷൻ, കേന്ദ്രത്തിലെ സിവിൽ ഏവിയേഷൻ വകുപ്പ് കൈകാര്യം ചെയ്ത് കോൺഗ്രസ് അല്ലല്ലോ. അല്ല, കേന്ദ്ര എയർപോർട്ട് അതോറിറ്റിയോ എയർപോർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ സുരക്ഷയോ വഹിക്കുന്നത് ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അല്ലല്ലോ. പറയൂ, ഇല്ലെന്നല്ലേ പറയൂ. ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ബാംഗ്ലൂരിലെ എയർപോർട്ടിനകത്ത് ബോർഡിംഗ് പാസുമായിട്ട് കയറുന്ന ആളിനെ കൊണ്ടെത്തിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാ? വിമാന കമ്പനിക്കാണ്. വേണ്ടി വന്നാൽ മഹദിനി കേസ് കൊടുത്താൽ അദ്ദേഹത്തിന് ഈ നഷ്ടപരിഹാരം കിട്ടാവുന്ന വകുപ്പാണ് ഏവിയേഷൻ വകുപ്പ്. ഒരാൾ ബോർഡിംഗ് പാസുമായിട്ട് കയറിയാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എയർപോർട്ടിൽ സാധാരണ ഒരു യാത്രക്കാരനെ കിട്ടിയില്ലെങ്കിൽ അവിടെ മുഴുവൻ തിരക്കും. ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ വരൂ, പെട്ടെന്ന് വരൂ. അങ്ങനെ അത്ര ഇൻ്റലക്ച്വലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, മഹദനിയെ കൊണ്ടുവന്ന് അകത്ത് ബോർഡിംഗ് പാസുമായി കയറുമ്പോൾ അവിടുത്തെ എയർപോർട്ട് സുരക്ഷാ അതോറിറ്റി എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഇനി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയപ്പെടുന്ന റിലയൻസിൻ്റെ വിമാന കമ്പനിക്ക് ആണ്. ഇതിനകത്ത് കോൺഗ്രസിന് യാതൊരു കോൺസ്പിറസിയും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴെങ്കിലും മഹദനിക്ക് ന്യായം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ മാത്രമല്ലേ. തമിഴ്നാട് ഭരിച്ചിരുന്ന ജയലളിതയുടെ കാലത്തോ കരുണാനിധിയുടെ കാലത്തോ കിട്ടാത്ത ആനുകൂല്യങ്ങൾ, അന്നത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കിട്ടാതിരുന്ന ആനുകൂല്യങ്ങൾ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ UPA ഗവൺമെന്റ് കാലത്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇനി എനിക്കറിയില്ല ഷഫീർ. ഷഫീർ ബാംഗ്ലൂർ ഭരിക്കുന്നത് BJP ആയിരുന്നപ്പോഴും കോൺഗ്രസ് ആയിരുന്നപ്പോഴും ഒരു സമീപനം തന്നെയാണ് അബ്ദുൽ നാസർ മഹദിനിക്ക് കിട്ടിയത്. നിയമപരമായ പോരാട്ടത്തിൽ ഒരു പൗരന് നേടിയെടുക്കാവുന്ന കാര്യം കോടതി വഴിയാണ് കിട്ടിയത്. താങ്കൾ രാഷ്ട്രീയം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അബ്ദുൽ നാസർ മഹദിനിയുടെ ജാമ്യം കിട്ടുമ്പോൾ ഒരു സ്ട്രെഞ്ചൻ കണ്ടീഷൻ വെക്കുന്ന കാര്യത്തിൽ പോലും
ഞങ്ങളുടെ ഗവൺമെന്റ് കർണാടക ഗവൺമെന്റ് ഇതിൽ ഇടപെട്ടോ? ശരിയാണ്, താങ്കൾ പറഞ്ഞ സാങ്കേതികതകൾക്ക് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയായിരുന്നു, കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്നു അവിടെ പോയതെങ്കിലോ?